ഇതൊരു ഗ്ലാസ് കോഫി മഗ്ഗാണ്. അപ്പോൾ ഇതെല്ലാം പാർട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ലിഡിൽ ഇതുപോലെ നമുക്ക് സിപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. സിപ്പറിലൂടെ നമുക്ക് കോൾഡ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ വലിയ ഓപ്പണിങ്ങിലൂടെ നമുക്ക് ഹോട്ട് ഡ്രിങ്ക്സും കുടിക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു ചെയിൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 350 ml ആണ്. ഇതൊരു 6 ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് 1 day ഡെലിവറിയും പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നല്ല സെക്യൂർ ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ബ്ലാക്ക് പ്ലാസ്റ്റിക് ലിഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ റെഡ് കളറും അവൈലബിൾ ആണ്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ ഇതിൻ്റെ കണ്ടെയ്നർ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 300 ml ആണ്. അപ്പോൾ ലിഡ് വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലിലാണ്. അപ്പോൾ ഈ ഒരു 6 കണ്ടെയ്നേഴ്സിൻ്റെ പ്രൈസ് വരുന്നത് 235 rupees ആണ് കേട്ടോ. ഇപ്പോൾ നല്ല ഓഫേഴ്സ് ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ, അതുകൊണ്ടാണ് ഇത്രയും റീസണബിൾ പ്രൈസിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. നമുക്ക് പൾസസും സ്പൈസസൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓപ്പൺ ഡെലിവറി ആയിരുന്നു. ഇതുപോലെ ബ്ലാക്ക് ലിഡാണ് വന്നിട്ടുള്ളത്. 12 കണ്ടെയ്നേഴ്സാണ് കേട്ടോ ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത്. ഇതുപോലെയാണ് ഓരോ ബോട്ടിൽസും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ബോട്ടിൽസും 400 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 305 rupees ആണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. നമുക്ക് ജാം, പിക്കിൾ, സ്പൈസസ്, ഗ്രോസറി എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടെയ്നർ സെറ്റാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ലിഡ് വന്നിട്ടുള്ളത് മെറ്റലിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിന് 12 കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിക്കിൾ ബിസിനസ്, ജാം ബിസിനസ്സിനൊക്കെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് വേണമെങ്കിൽ ഈ ഒരു ടൈപ്പ് ഉള്ളത് നല്ല ആപ്റ്റായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് വാങ്ങിക്കാം. ഇതൊരു സെറാമിക് ജാറിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും 1000 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ സിമിലർ ആയിട്ടുള്ള ജാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വാങ്ങിക്കുന്ന സമയത്ത് 400 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത് 295 rupeesനാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ലെഡ് ഫ്രീ ആണ്, അതുപോലെ തന്നെ നോൺ ടോക്സിക് മെറ്റീരിയലാണ്, ഡിഷ് വാഷർ സേഫ് കൂടെയാണ്. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡല്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപ്പ്, പുളി ഇതെല്ലാം വിട്ട് വയ്ക്കാനായിരിക്കും ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കുക. എന്നാലും കുറഞ്ഞ പ്രൈസിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് നോക്കിയൊരു ഐറ്റമാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബാഗിൻ്റെ സെറ്റാണ്. ഇതൊരു മൾട്ടി ഫങ്ഷണൽ ബാഗാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ബ്ലാക്കും പിങ്കും അവൈലബിൾ ആണ്. പിന്നെ നല്ല റീസണബിൾ പ്രൈസിലാണ് കേട്ടോ എനിക്കിത് കിട്ടിയത്. 144 rupeesനാണ് ഞാനിത് വാങ്ങിച്ചത്. ഈ ഒരു പ്രൈസിന് എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ട്രാവൽ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. 3 സൈസിലാണ് 3 ബാഗും വരുന്നത്. ഏറ്റവും വലുതിന് ഇതുപോലെ ഹാൻഡ് ബാഗിൻ്റെ പോലത്തെ സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 2 സൈഡിലാണ് സ്ട്രാപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 3 ഇതുപോലെ സിബ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇത് ട്രാൻസ്ക്ലൂസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അകത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഏകദേശം നമുക്ക് കാണാനായിട്ട് പറ്റും. നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനൊരു ബാഗ് അത്യാവശ്യമാണ് കേട്ടോ. ക്രീമും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടും പിന്നെ ചെറിയ ബാഗാണെങ്കിൽ കുട്ടികളുടെ മെഡിസിനൊക്കെ വെക്കാനായിട്ടും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഇതൊരു സെറാമിക് മഗ്ഗാണ് കേട്ടോ. നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ലിഡോട് കൂടി വരുന്ന ഒരു സെറാമിക് മഗ്ഗാണ്. മഷ്റൂമിൻ്റെ ഒരു ഷേപ്പിലും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. മഗ്ഗിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. വലിയ ഹാൻഡിലാണുള്ളത്. ഇതുപോലെ 2 കുട്ടി കണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മഗ്ഗാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിഡ് വരുന്നത് റെഡിൽ വൈറ്റ് ഡോട്ട്സ് ആയിട്ടാണ്. ഇത് 250 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്. 189 rupees ആണ് കേട്ടോ ഇതിന്. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 7 cm ആണ്. നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ളൊരു മഗ്ഗാണ് കേട്ടോ. ഇപ്പോൾ നല്ല ഓഫറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വാങ്ങിക്കുന്നവർ ഇപ്പം തന്നെ വാങ്ങിച്ചോളൂ.
ഇത് ഒരു വുഡൻ സ്പാച്ചുല സെറ്റാണ്. 6 സ്പാച്ചുലാസാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള സ്പാച്ചുലാസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിനാകെ റേറ്റ് വരുന്നത് 149 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് എനിക്ക് നല്ല വേർത്തായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇതൊരു കിച്ചൺ സിങ്ക് ഓർഗനൈസറാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് സ്പഞ്ച്, ക്ലീനിങ് ലിക്വിഡൊക്കെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും പിക്ചറിൽ കാണിച്ച പോലെ ഒരുപാട് സാധനങ്ങൾ സിങ്കിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതുപോലൊരു ടവൽ ബാർ കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ സ്ലാൻഡിങ് സർഫസാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം നേരെ സിങ്കിലോട്ട് തന്നെ പോയിക്കോളും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 299 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഓർഗനൈസറാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടവൽ ബാർ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഒരു നൈഫ് സെറ്റാണ്. അപ്പോൾ നല്ല റീസണബിൾ പ്രൈസിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ് കേട്ടോ. 3 കത്തിയാണ് വരുന്നത്. 3ഉം വേറെ വേറെ സൈസിലാണുള്ളത് കേട്ടോ. ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സും പാറ്റേൺസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 198 റുപ്പീസാണ് ആയത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ മീറ്റൊക്കെ കട്ട് ചെയ്യാനാണെങ്കിൽ ഈ ഒരു വലിയ നൈഫ് അതിന് ആപ്റ്റായിരിക്കും. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഈ മീഡിയം അതുപോലെ തന്നെ ചെറുതും ഉപയോഗിക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു ഐറ്റം നോക്കാം. ഇതൊരു സെറാമിക് മഗ്ഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇതുപോലെ ഹാർട്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. 350 ml കപ്പാസിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടിയാണ്. പിന്നെ ഇത് ഡിഷ് വാഷർ സേഫും ഫ്രീസർ സേഫും ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 174 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു മഗ്ഗാണ്. അപ്പോൾ എപ്പോൾ മീഷോ സ്ക്രോൾ ചെയ്യുമ്പോഴും കാണുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു ഏപ്രൺ ആണ്. വാട്ടർ പ്രൂഫ് മെറ്റീരിയലിലാണ് കേട്ടോ ഈ ഒരു ഏപ്രൺ ഉള്ളത്. അപ്പോൾ എന്തായാലും കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് പാത്രം കഴുകുമ്പോഴൊക്കെ വെള്ളം മേലെ നനയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വാട്ടർ പ്രൂഫായിട്ടുള്ള ഏപ്രൺ തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് വൈപ്പിംഗ് ടവൽ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്തായാലും നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ കയ്യിൽ വെള്ളം നനയും. അപ്പോൾ ഏപ്രണിലോ തുണിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ആയിരിക്കും നമ്മൾ വൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് സ്റ്റിച്ച് ചെയ്തത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കൈ തുടയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് മൈക്രോ ഫൈബർ ക്ലോത്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 128 റുപ്പീസാണ്. പിന്നെ മിഡിലായിട്ട് ഇതുപോലൊരു വലിയ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ഏപ്രൺ ആണെങ്കിൽ മസാലാസിൻ്റെയൊക്കെ സ്മെല്ല് അതിൽ തന്നെ നിൽക്കും കേട്ടോ. ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതും ഞാൻ മീഷോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കാണുന്നൊരു പ്രൊഡക്റ്റാണ്. ഒരു വുഡൻ ട്രേ ആണ് കേട്ടോ. ഇത് നമുക്ക് സെർവിങ് ട്രേ ആയിട്ടും ഡിസ്പ്ലേ ട്രേ ആയിട്ടും ഹോം ഡെക്കറൊക്കെ പ്ലേസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ പൂജ സെറ്റപ്പിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ട്രേ ആണ്. ഇതുപോലെ 4 ലെഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 319 റുപ്പീസാണ്. സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇതുപോലെ ബുഷും കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ പീസിലല്ല കേട്ടോ, വേറെ വേറെ വുഡൻ പീസ് വെച്ചിട്ട് ഗ്ലൂ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഫുഡൊന്നും ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാത്തതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. നമുക്ക് കിച്ചണിൽ മസാലാസൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ഡൈനിങ് ടേബിളിലും ഇതുപോലെ ഡെക്കർ പീസസൊക്കെ വെക്കാനായിട്ടും ഉപയോഗിക്കാം. ഇത് മൾട്ടി പർപ്പസ് സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. ഇതുപോലെ 3 ടയറിലാണിത് വരുന്നത്. നമുക്കിത് സ്പൈസ് കണ്ടെയ്നേഴ്സായിട്ടും സീസണിങ് ബോക്സായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇതുപോലെ 2 സൈഡിലും ക്ലിപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ലീക്ക് പ്രൂഫ് കൂടെയാണ്. അപ്പോൾ നമ്മളിത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നട്ട്സും ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുപോകാനായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അത്യാവശ്യം മിക്സഡ് റിവ്യൂ ആണ് ഇതിനുള്ളത്. കാരണം ഇതിൻ്റെ പ്ലാസ്റ്റിക് അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എനിക്കിത് കിച്ചണിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഫാൻസി പ്രോഡക്ട്സൊക്കെ
നീറ്റായി അറേഞ്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 233 റുപ്പീസാണ്. ഞാനിതുപോലെ ഫാൻസി ഐറ്റംസൊക്കെ ഇതുപോലെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതൊരു സെറാമിക് ഡിസ്പെൻസറാണ് കേട്ടോ. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് 330 ml കപ്പാസിറ്റിയിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 297 റുപ്പീസാണ്. ഇത് നമുക്ക് ഷാമ്പൂ അല്ലെങ്കിൽ കണ്ടീഷണർ ഡിസ്പെൻസറൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, സെറാമിക് ആയത് കാരണം. ലിഡ് ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇത് മൾട്ടിപർപ്പസ് പ്ലാസ്റ്റിക് സ്റ്റോറേജ് ട്രേസ് ആണ് കേട്ടോ. ഡ്രോവേഴ്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രേകളാണ്. നമുക്ക് സ്റ്റേഷനറി, മേക്കപ്പ് പ്രോഡക്ട്സ്, കിച്ചണിലാണെങ്കിൽ യൂട്ടൻസിൽസ്, പിന്നെ ഓയിൽ ബോട്ടിൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് 2 ട്രേകളാണ് വരുന്നത്. 145 റുപ്പീസാണ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് വാർഡ്രോബിൽ സോക്സും അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ നീറ്റായിട്ട് വെക്കാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. ഇത് ഒരു വെൽവെറ്റ് ഇൻഡോർ സ്ലിപ്പേഴ്സാണ്. ഇതുപോലെ മൊത്തത്തിൽ വെൽവെറ്റാണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഇടാനായിട്ട്. ഞാൻ വീട്ടിനകത്ത് ഇടാനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. നോൺ സ്ലിപ്പറി സർഫസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 152 റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു മെറൂൺ കളറും അവൈലബിൾ ആയിട്ടുണ്ട്. സെറാമിക് ജാറാണ്. നമുക്ക് പിക്കിൾ ജാറായിട്ടൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഹണി, ഗീ ഇതൊക്കെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ സൺഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്കിത് എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നല്ല റീസണബിൾ പ്രൈസിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 189 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത്. ഇതിൽ 300 ml കപ്പാസിറ്റിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എയർ ടൈറ്റ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. എന്നാൽ തന്നെ നമുക്ക് മസാല പൗഡറും സ്പൈസസും അതുപോലെ പിക്കിൾ ഇതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആണ്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കറിൻ്റെ സെറ്റാണ്. അപ്പോൾ ഓരോ പീസും ഇതുപോലെ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു ട്രേ ഉണ്ട്. ഇതും സെറാമിക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഹാൻഡ് മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഷേപ്പൊക്കെ നല്ല യുണീക്കാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നമുക്കിത് കൗണ്ടർ ടോപ്പിലും ഡൈനിങ് ടേബിളിലും ഡെക്കർ ഐറ്റമായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയ്ക്ക് ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഗാർലിക് ഷേപ്പിലും ഒരെണ്ണം ഓണിയൻ ഷേപ്പിലുമാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് സോൾട്ടും പെപ്പറും ഇട്ടതിന് ശേഷം അടച്ചു വെക്കാം. പിന്നെ ഈ ഹോൾസിലൂടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാനായിട്ടും പറ്റും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 301 റുപ്പീസാണ്. പിന്നെ ഫുഡ് സേഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. ഇത് ചുമ്മാ വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫുഡ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. 2 കണ്ടെയ്നേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് 316 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കുറച്ച് ലൈറ്റ് വെയ്റ്റ് പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മൈക്രോവേവ് ആൻഡ് ഫ്രീസർ സേഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 317 റുപ്പീസാണ്. ഇതിൻ്റെ റിവ്യൂ നോക്കിയ സമയത്ത് മിക്സഡ് റിവ്യൂ ആണ് കേട്ടോ കാണാൻ പറ്റിയത്. അപ്പോൾ ക്വാളിറ്റി കുറവാണെന്നുള്ളൊരു റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജ് കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതൊരു ക്യൂട്ട് സെറാമിക് ജാറിൻ്റെ സെറ്റാണ്. ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ സ്ട്രോബെറി ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്കിത് പിക്കിൾ ജാറായിട്ടും സോസൊക്കെ സെർവ് ചെയ്യാനായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് ഗീ, ഹണി ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു സൈസേ ഇത് വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 254 റുപ്പീസാണ് കേട്ടോ 2 എണ്ണത്തിന്. ഇതുപോലൊരു ഗ്രീൻ ലിഡാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ജാറാണ്. ഇതുപോലെ ചുറ്റും സ്ട്രോബെറിയുടെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതൊരു ഡെക്കോർ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മിററാണ്, 11 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തരുന്ന ഒരു നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു മിററാണ്. പിന്നെ ബ്രാസ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാങ് ചെയ്യാനായിട്ടുള്ള ചെയിനും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ലിവിങ് അല്ലെങ്കിൽ ബെഡ്റൂം ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 309 റുപ്പീസാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഡൈനിങ് ഹാൾ ഇതുപോലെ ഹാങ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലും ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച സമയത്ത് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുട്ടി കുട്ടി എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട് നല്ല ഭംഗിയിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ്, ഒരു മസ്റ്റ് ബൈ ഐറ്റമാണ് കേട്ടോ. ഇത് 5 ക്യാൻഡിൽസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഡെയ്സി ഫ്ലവറിൻ്റെ ഷേപ്പിലാണിത് വന്നിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റാണ്. നമുക്കിത് പാർട്ടി വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് സെൻറ്റഡ് ക്യാൻഡിൽസാണ്, സോപ്പിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 എണ്ണത്തിന് 169 റുപ്പീസാണ്. പിന്നെ ഇത് നമുക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തിട്ടും കത്തിച്ച് വയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫെസ്റ്റിവൽസിനും പൂജയുടെ ആവശ്യങ്ങൾക്കും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ഐറ്റമാണ്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന്. ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറിജിനൽ ഡെയ്സി ഫ്ലവർ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാനായിട്ടും. ഇത് കാർബൺ സ്റ്റീൽ നോൺ സ്റ്റിക്ക് ട്രേസിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൽ 2 ട്രേ ആണ് വരുന്നത് കേട്ടോ. ആദ്യത്തേത് ഇതുപോലെ നമുക്ക് മഫിൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ്. 6 മഫിൻസ് അറ്റ് എ ടൈം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ളത് ഇതുപോലൊരു ട്രേ ആണ്. നമുക്ക് കേക്ക്സും ബ്രെഡ്സും ഒക്കെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് ഇതിനുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 181 റുപ്പീസിനാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൈസിന് എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ്. മുന്നേ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ തന്നെ അത് ക്യാൻസൽ ചെയ്തു. പിന്നീട് റീ ഓർഡർ ചെയ്തപ്പോഴാണ് എനിക്കിതിപ്പോൾ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ട്രേ നമുക്ക് എയർ ഫ്രയറിലും ഉപയോഗിക്കാവുന്ന ഒരു സൈസിലാണ് കേട്ടോ ഉള്ളത്. ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു സെറാമിക് സ്നാക്ക് ബൗളാണ് കേട്ടോ. 350 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ബൗളാണ്. ഇതുപോലെ ഹാർട്ട് പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അകത്തും പുറത്തും. നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ്. നമുക്കിത് ഡെസേർട്ട്സും സാലഡ്സൊക്കെ സെർവ് ചെയ്യാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കറിയും സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 282 റുപ്പീസാണ്. പിന്നെ നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്. അത്യാവശ്യം ഒരുപാട് പേര് പിക്ചറും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, വേണ്ടവർ വാങ്ങിച്ചോളൂ. ഇതൊരു ക്യൂട്ടായിട്ടുള്ള സെറാമിക് ജാറാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളറും അതുപോലെ തന്നെ അതിലുള്ള ഡിസൈനും ഒക്കെ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. 450 ml കപ്പാസിറ്റിയിലാണ് കേട്ടോ ഈ ഒരു ജാറുള്ളത്. ഒരു കുട്ടി ക്യൂട്ട് ജാറാണ്. ഇതുപോലെ ഹാർഡ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് കളേഴ്സിൽ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 234 റുപ്പീസാണ്. ഇതുപോലെ ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആപ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഇത് എയർ ടൈറ്റ് അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് പുളി പിക്കിൾ അതുപോലുള്ളതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. 6 കണ്ടെയ്നേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഫസ്റ്റ് മഹാ സൺഡേ സെയിൽ നടക്കുകയാണ് മീഷോയിൽ, അതുകൊണ്ട് തന്നെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്. 289 റുപ്പീസിനാണ് 6 ഗ്ലാസ് കണ്ടെയ്നേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. 300 ml കപ്പാസിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇന്ന് തന്നെ വാങ്ങിച്ചോളൂ, ഇന്ന് നല്ല ഓഫർ ഉണ്ട്. ഇതുപോലെ സ്റ്റീലിൻ്റെ ലിഡാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് സ്പൈസസും മസാല പൗഡേഴ്സും ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റിയൊരു സൈസിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ കേർവ്ഡ് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സെറാമിക് മഗിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഹാർട്ട് ഡിസൈനൊക്കെ വന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള 2 മഗ്ഗാണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും 250 ml കപ്പാസിറ്റിയിലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 208 റുപ്പീസാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതുപോലെ വേറെ വേറെ ഡിസൈൻസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ പ്രൈസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള
ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുള്ള നല്ല സെറാമിക് മഗ്ഗുകളാണ്. വേണ്ടൊരു വാങ്ങിച്ചോളൂ കേട്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതൊരു സെറാമിക് മഗ്ഗാണ്. തുലിപ്പ് ഫ്ലവർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു മഗ്ഗാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത്. 340 ml കപ്പാസിറ്റിയാണ് കേട്ടോ. അപ്പോൾ നിറയെ ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സൈസിലാണിത് വന്നിട്ടുള്ളത്. ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് കേട്ടോ തുലിപ്പ് ഫ്ലവർ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഏരിയയിലൊക്കെ ഇതുപോലെ പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിലാണ് ലൈൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 262 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എപ്പോഴും കാണുന്ന ഒരു ടൈപ്പല്ല, കുറച്ച് വ്യത്യസ്തത ഉള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു സെറാമിക് ജാറാണ്. ഇതുപോലെ ഹാർഡ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഗ്ലോസി ഫിനിഷിൽ വരുന്ന സെറാമിക് ജാറാണ്. അപ്പോൾ ലിഡിലും ഇതുപോലെ ഹാർട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. 212 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ചുറ്റും ഇതുപോലെ ഭംഗിയുള്ള ഹാർഡ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിത് പിക്കിൾ ജാറായിട്ടും കുക്കി ജാറായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ആ ബോക്സിൽ നോക്കിയ സമയത്താണ് ലാസ്റ്റ് ഇതിൻ്റെ വാഷർ കണ്ടത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എയർ ടൈറ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ സ്പൈസസും പൾസസും സ്നാക്സും ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ വാഷ് ഇടുന്ന സമയത്ത് എയർ ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് വുഡൻ സ്പൂണിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. നമുക്ക് സ്പൈസസും മസാലാസും ഒക്കെ എടുക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. 12 എണ്ണമാണ് വരുന്നത്. ഇതുപോലെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 158 റുപ്പീസാണ്. അപ്പോൾ മസാലാസിലൊക്കെ ഇതുപോലത്തെ സ്പൂൺ ഇടണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതായിരുന്നു. 2-3 വട്ടം ഓർഡർ ചെയ്തിട്ട് പിന്നെ അത് ക്യാൻസലായി പോയി കേട്ടോ. ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് 300 ml കപ്പാസിറ്റിയിൽ വന്നിട്ടുള്ള ബട്ടർ ബോട്ട്സാണ്. അപ്പോൾ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ അല്ല, പക്ഷെ നമുക്ക് പിക്കിൾസ് ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ വേറെ കുറേ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 323 റുപ്പീസാണ്. അപ്പോൾ അകത്ത് ഇതുപോലെ ഓഫ് വൈറ്റും പുറത്ത് ഇതുപോലെ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള പോട്ടാണ്. ഇത്തവണ വാങ്ങിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇതുപോലൊരു മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇതുപോലൊരു ഷീൽഡ് ഉണ്ട്. ഇത് ഗ്ലാസിൻ്റെയാണ് കേട്ടോ. നല്ല രീതിയിൽ സെക്യൂറായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് വന്നിട്ടുള്ള ഒരു ഫ്ലവർ പോട്ടാണ്. ഒരു സൈക്കിൾ റിക്ഷയുടെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഓട്ടിക്കാനും പറ്റുന്ന ഒരു സൈക്കിളാണ് കേട്ടോ. 284 റുപ്പീസേ വരുന്നുള്ളൂ. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ഏകദേശം 500+ എബവ് നല്ല കമൻസാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ബാസ്ക്കറ്റിനകത്ത് 8 ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ബാസ്ക്കറ്റിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഉള്ളത്. നല്ലൊരു ഷോ പീസാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ തന്നെ എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ റിവ്യൂ വീഡിയോ ഇടുന്ന സമയത്ത് കുറേ പേര് അറ്റ് എ ടൈം ഒരു പ്രൊഡക്റ്റ് കാണുന്നതല്ലേ. അപ്പോൾ കൂടുതൽ പേരും പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. നമുക്ക് ഹോം ഡെക്കറായിട്ടും ഓഫീസ് ഡെസ്കിലൊക്കെ വെക്കാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മോട്ടിവേഷണൽ കോട്ട്സാണ് ഈ ഒരു ടൈപ്പ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ വേറെ വേറെ കോട്ട്സ് എഴുതിയ വുഡൻ പീസസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 108 രൂപയാണ്. നമ്മൾ എവിടെയാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ജ്വല്ലറി ട്രേ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റൗണ്ട് ഷേപ്പും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. 151 റുപ്പീസാണ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ സൈഡിലായിട്ട് ഇതുപോലെ ബബിൾസിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ജ്വല്ലറി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനായിട്ട് അല്ലാതെ വീഡിയോസ് എടുക്കാനായിട്ടും ഇതുപോലെ നല്ല ഭംഗി ഉണ്ടാവും ഇതിൽ വെച്ച് വീഡിയോസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരുപാട് ജ്വല്ലറി ഷോപ്സിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ഐറ്റം നോക്കാം. ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 6 പീസ് വരുന്ന ഒരു സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. വൈറ്റ്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 171 റുപ്പീസാണ്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. നല്ല ഭംഗിയിൽ വന്നിട്ടുള്ളൊരു തുലിപ്പ് ഫ്ലവറിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ വൈറ്റാണ് ചൂസ് ചെയ്തത്.
ഒരു സെറ്റിനകത്ത് 5 പീസാണ് കേട്ടോ വരുന്നത്. 212 റുപ്പീസാണ്. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇത് 5 ഇടണമെന്നില്ല, ഈ ഒരു 2 ഫ്ലവർ വയ്ക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ വേറെ കളറ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലവറാണിത്. അതുകൊണ്ട് തന്നെയാണ് വേറൊരു സെറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. 6 കണ്ടെയ്നേഴ്സാണ് വരുന്നത്. പിന്നെ ലിഡ് വരുന്നത് മെറ്റലിലാണ് കേട്ടോ. ഓരോന്നും 400 ml കപ്പാസിറ്റിയാണ്. നമുക്കിത് മസാല പൗഡേഴ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്സ്, കുക്കീസ് എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആകെ 267 റുപ്പീസിനാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത്രയും ഗ്ലാസ് കണ്ടെയ്നേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ. വളരെ റീസണബിളായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് സിറിയൽ ഡിസ്പെൻസറാണ്. 6 കണ്ടെയ്നേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. 1100 ml കപ്പാസിറ്റിയാണ് ഓരോ കണ്ടെയ്നേഴ്സും വരുന്നത്. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് റൈസ്, പാസ്ത, പൾസസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. 296 റുപ്പീസിനാണ് ഈ 6 കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ലിഡ് നല്ല എയർ ടൈറ്റ് ആണ്. അതുപോലെ തന്നെ സ്ലൈഡിങ് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നെസ്റ്റേഷ്യയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 500 സംതിങ് ഒക്കെയാണ് ഞാൻ പ്രൈസ് കണ്ടത്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷേ മീഷോയിൽ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ്. ഇത് 200 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു സെറാമിക് പ്ലേറ്റ് ആണ് കേട്ടോ. നമുക്ക് സാൻഡ്വിച്ചും ബർഗറും സാലഡും ഫ്രൂട്ട്സൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. 276 റുപ്പീസിനാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ മുന്നേ ഒരു തവണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് അത് അവർ തന്നെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. ഇനി അടുത്തൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കാണാം. ഇത് ഡിപ്പിംഗ് ബൗൾസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. നമുക്ക് സോയാ സോസ്, ഓയിൽ, വിനീഗർ, കെച്ചപ്പ് അതൊക്കെ സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. 302 റുപ്പീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഔട്ടർ ബോക്സും അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റേഴ്സും കാണാനായിട്ട്. ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനൊരു ഔട്ടർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ക്രോക്കറി ഷെൽഫിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് നീറ്റായിട്ട് അത് അവിടെ അങ്ങനെ ഇരുന്നോളും. പിന്നെ ഇതുപോലെ നമുക്ക് പിടിക്കാൻ എളുപ്പത്തിന് ഒരു വളഞ്ഞൊരു ഹാൻഡിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ഔട്ടർ ബോക്സാണ് എനിക്ക് അധികം ഇഷ്ടമായത്. അപ്പോൾ എന്തായാലും വേണ്ടൊരു വാങ്ങിച്ചോളൂ. സൂപ്പർ 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 പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് സെറാമിക് അല്ല കേട്ടോ, പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു ചപ്പാത്തി ബാസ്ക്കറ്റാണ് കേട്ടോ. ഞാനിത് കുറച്ചുകൂടി ചെറുതായിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. റിവ്യൂ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ. 161 റുപ്പീസേ വരുന്നുള്ളൂ. നമുക്ക് എഗ്സ് ആണെങ്കിലും ഒണിയൻ, ചപ്പാത്തി, വെജിറ്റബിൾസ് ഇതൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ വെജിറ്റബിൾസും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ. നല്ല ക്യൂട്ടായിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് സെറാമിക് ആണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എത്തിയപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമുക്ക് ജ്വല്ലറീസൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ്. 198 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത്. ക്യാൻഡിൽസ് വെക്കാനായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതൊരു ജ്വല്ലറി ട്രേ ആണ്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഇതിൻ്റെ കൂടെ സ്റ്റിക്കേഴ്സൊക്കെ വരുന്നുണ്ട്. സ്റ്റാർ ഫിഷിൻ്റെ ഷേപ്പിലായിട്ടുള്ള ഒരു ജ്വല്ലറി ട്രേ ആണ്. സെറാമിക് മെറ്റീരിയലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 172 റുപ്പീസാണ്. വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ. അല്ലാതെ നമുക്കിതുപോലെ ക്യാൻഡിൽ ട്രേ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ബാസ്ക്കറ്റാണ് കേട്ടോ. നമുക്ക് ഡെക്കർ പർപ്പസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഫ്ലവേഴ്സും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സൊക്കെ ഇതിൽ നമുക്ക് ഡെക്കർ പർപ്പസിന് വെക്കാനായിട്ട് പറ്റും. 252 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ഇതുപോലെ ബീഡ്സാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ബോഡിയിൽ ഇതുപോലെ വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ വെക്കാനായിട്ടും കുഞ്ഞു കുഞ്ഞു ടോയ്സൊക്കെ ഇട്ട് വെക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കാം. നല്ല റീസണബിൾ പ്രൈസിൽ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. വേണ്ടൊരു വാങ്ങിച്ചോടെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം. ഇതും ഒരു ഡെക്കർ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബാസ്ക്കറ്റാണ്.
ഇതിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് മെറ്റലിലാണ്, ബാക്കിയുള്ളതൊക്കെ ജൂട്ട് റോപ്പിലാണ് കേട്ടോ. 177 റുപ്പീസേ വരുന്നുള്ളൂ, പക്ഷെ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ. ഇതിൻ്റെ ഈ പാറ്റേണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഹാൻഡിൽ മെറ്റലാണ് കേട്ടോ, അതിൻ്റെ മേലെ ജൂട്ട് റോപ്പ് കൊണ്ട് ഇതുപോലെ ചെയ്തിരിക്കുകയാണ്. ഇത് ഡെക്കർ പർപ്പസിനും അതുപോലെ നമുക്ക് ട്രേ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. കിച്ചണിലൊക്കെ ടീ ഷുഗർ കണ്ടെയ്നേഴ്സൊക്കെ വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊരു സെറാമിക് മഗ്ഗിൻ്റെ സെറ്റാണ്. ഇതുപോലെ ഒലീവ് ഗ്രീനിൻ്റെ സ്ട്രൈപ്സ് വന്നിട്ടുള്ള നല്ല ഭംഗിയിലുള്ള മഗ് സെറ്റാണ് കേട്ടോ. 250 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, എൻ്റെ ഹാൻഡ് കവറിനും ഇതിനും ഏകദേശം സെയിം കളറ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 330 റുപ്പീസാണ് കേട്ടോ. ഒട്ടും തന്നെ റിവ്യൂ ഉണ്ടായിരുന്നില്ല, പക്ഷേ വാങ്ങിച്ച് നോക്കിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ. അകത്ത് ഫുള്ളായിട്ട് ഒലീവ് ഗ്രീനും പുറത്ത് ഇതുപോലെ സ്ട്രൈപ്സുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു ഐറ്റം കാണാം. അപ്പോൾ ഇതും ഒരു മഗ്ഗാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. പുറത്ത് ഇതുപോലെയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഡോഗ് ഇരിക്കുന്ന പോലത്തെ ഒരു മഗ്ഗാണ് കേട്ടോ. ഇത് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല, അത് അതിനകത്ത് ഫിക്സഡ് ആണ്. 200 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് അകത്തുനിന്ന് നമ്മളിതുപോലെ ഒരു പപ്പി നോക്കുന്ന പോലെ തോന്നും. ഇതുപോലെ പൂച്ചൻ്റെയും ഡക്കിൻ്റെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടു കേട്ടോ. അവ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, അങ്ങനെ വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടവർ വാങ്ങിച്ചോളൂ. എന്തായാലും എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതുപോലെ വെള്ളം ഒഴിച്ച് നോക്കിയതായിരുന്നു. അപ്പം ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കാം കേട്ടോ. ഇതൊരു സെറാമിക് ബൗളിൻ്റെ സെറ്റാണ്. ഇത് ഡിപ്പിംഗ് ബൗളാണ് കേട്ടോ വരുന്നത്. നമുക്ക് സോയാ സോസും വിനീഗറും ചട്നി കെച്ചപ്പൊക്കെ സെർവ് ചെയ്യാനായിട്ട് ആ ഒരു സൈസിൽ വന്നിട്ടുള്ള ഒരു സെറാമിക് ബൗൾ സെറ്റാണ്. അപ്പോൾ 347 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം വേറെ വേറെ പാറ്റേണിലാണ് ഇതുപോലെ വന്നിട്ടുള്ളത്. സെയിം പ്രൊഡക്റ്റ് ഞാൻ നെസ്റ്റീഷ്യയുടെ സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് ഇതുപോലെ വന്നിട്ടുള്ളത്.